എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ കാണിപ്പയ്യൂർ അന്നംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന് വന്നിരിക്കുകയാണ്. ഇപ്പോൾ പാടത്താണ് നിൽക്കുന്നത്. ഇവിടെ കുറച്ച് ആനകളൊക്കെ നിരന്ന് നിൽക്കുന്നുണ്ട്. എല്ലാ ആനകളും വന്നിട്ടില്ല. അപ്പോൾ എല്ലാ ആനകളും വന്നതിന് ശേഷം ഓരോ ആനകളുടെയും നമ്മൾ പേരുകൾ ഏതൊക്കെ ആനകളാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ മുഴുവൻ ആനകൾ എത്തിയിട്ടില്ല. സമയം മുഴുവൻ ആനകളും നിരക്കാറാവുന്ന സമയം ആകുന്നേ ഉള്ളൂ. ഓരോ കമ്മിറ്റിക്കാരും അവരുടേതായ ആനകളെ അമ്പലത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. കേരളത്തിലെ നല്ല തലയെടുപ്പുള്ള പുതുപ്പള്ളി സാധു, തൃക്കടവൂർ ശിവരാജു, തിരുവമ്പാടി ചന്ദ്രശേഖരൻ, അങ്ങനെ വലിയ വലിയ ആനകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം, ഓരോ ആനകളേനായിട്ട് നോക്കാം ഏതൊക്കെ ആനകളാണ് വന്നിട്ടുള്ളത്, അതൊക്കെ ഏതൊക്കെ കമ്മിറ്റികളിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് നോക്കാം. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ആനകളുടെ പേരൊന്നും കൃത്യമായിട്ട് അറിയില്ല. അതൊരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ കുന്നോളം ഭാഗത്ത് സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് ആനകളുണ്ട്. ആ ആനകളുടെ പേരുകളാണ് എനിക്കറിയുന്നത്. അത് വേറെ ഒന്നല്ല, ആനേനെ കണ്ടിട്ടുള്ള ഒരു മുഖപരിചയം. അത് എത്ര ദൂരത്തു നിന്നാണെങ്കിലും ആന കുളിക്കാണ്ട് നിൽക്കുകയാണെങ്കിലും അത് പെട്ടെന്ന് കണ്ടാൽ നമുക്ക് തിരിച്ചറിയും. അത് കുറേ കാലമായിട്ട് നമ്മൾ കാണുന്നതുകൊണ്ടാണ്. അതല്ലാതെ വേറെ ആനകളുണ്ടല്ലോ, ഇപ്പോൾ പുതിയതായിട്ട് തെക്ക് ഭാഗത്തു നിന്നൊക്കെ കുറേ ആനകൾ വരുന്നുണ്ട്. അല്ലാതെ വേറെ പണിയെടുപ്പിക്കുന്ന ആനകളൊക്കെ ഉണ്ട്. അവരിനൊക്കെ പൂര സീസൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ കുളിപ്പിച്ച് കുട്ടമ്മമാരാക്കി കുറേയൊക്കെ തൊടിച്ചിങ്ങനെ കൊണ്ടുവരും. അപ്പോൾ ആ ആനകളെയൊന്നും നമുക്ക് അത്ര വലിയ പരിചയം ഉണ്ടാവില്ല. പിന്നെ അത് മാത്രമല്ല, വേറെ ഭാഗത്തു നിന്ന് പാലക്കാട് സൈഡിൽ നിന്നോ അല്ലെങ്കിൽ തെക്ക് ഭാഗത്തു നിന്നൊക്കെയുള്ള ആനകൾ കുറേ വരുന്നുണ്ട്. അവരിനൊന്നും പേരങ്ങനെ അറിയില്ല. അപ്പോൾ നമുക്ക് ഓരോ ആനകളേനായിട്ട് പരിചയപ്പെടാന്നേ. ഇപ്പോൾ ഇങ്ങനെ വരുന്ന ആന അരുണിമ പാർത്ഥസാരഥി ആനയാണെന്ന് തോന്നുന്നു. ശരിക്കും കമ്മിറ്റിപുര അമ്പലത്തിൽ എത്തിയതിന് ശേഷം കൂട്ടിയെഴുന്നള്ളിപ്പിനെ ആനയെ നിർത്തിയാൽ പാപ്പന്മാർ കുറച്ചൊക്കെ ഫ്രീ ആയി എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ഈ നിൽക്കുന്ന ആനനെ നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ. ഈ നിൽക്കുന്ന ആന കൊളക്കാടൻ ശിവപ്രസാദാണെന്ന് തോന്നുന്നു. ഇവിടെ പുതുപ്പള്ളി സാധു അമ്പലത്തിന് അഭിമുഖമായി നിൽക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ ആമ്പാടി ബാലൻ നടന്നു വരുന്നുണ്ട്. കുറച്ച് പിന്നിലായിട്ട് തൃക്കടവൂര് ശിവരാജാന വന്ന് നിൽക്കുന്നുണ്ട്. അമ്പാടി ബാലൻ വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് നല്ല നിലവിൽ നിൽക്കും ആന. അപ്പോൾ അതൊന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തു നിൽക്കുന്നത്. അതേപോലെ തന്നെ എല്ലാ ആനപ്രേമികളും അങ്ങോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഒന്നെങ്കിൽ ഈ ഒരു സമയത്ത്, അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നേരെ കൂട്ടിയെഴുന്നള്ളിപ്പിന് ആനകൾ അണിഞ്ഞിരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് നല്ലൊരു മാസ് തലപ്പൊക്കം നമുക്ക് കാണുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മുടെ പുതുപ്പള്ളി സാധുവാന ഇവിടെ നിൽക്കുന്നുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തലപ്പൊക്കും തല താഴ്ത്തും. ആള് പിന്നെ വേറെ വലിയ ഉപദ്രവവും കാര്യങ്ങളൊന്നുമില്ല. സുഖമായിട്ട് ഏതൊരാൾക്കും ധൈര്യപൂർവ്വം നിൽക്കാം. ആ പിള്ളേരൊക്കെ ഒന്ന് ചാടി കളിക്കുന്നുണ്ടില്ലേ, ഒരു സാധുവായിട്ടുള്ള ആന തന്നെയാണ്. അതുതന്നെയാണ് അവൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത.
ഇവിടെ തൃക്കടവൂര് ശിവരാജാന നിൽക്കുന്നുണ്ട്. നമ്മുടെ ചീരംകുളം പൂരത്തിന് 13,50,000 ആനേനെ കൊണ്ടുവന്നിട്ട് കൂട്ടെഴുന്നള്ളിപ്പിന് ഏറ്റവും അറ്റത്ത് കൊണ്ടുപോയി നിർത്തേണ്ട ഗതികേട് ഉണ്ടായിരുന്നു. ഇത്തവണ അതുണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ അമ്പാടി ബാലൻ ആന നടന്നു പോകുന്നുണ്ടോ? ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പാടി ആന കയറി വരുന്നത് നോക്കി നിൽക്കുകയാണ്. കാരണം കയറി വന്നു കഴിഞ്ഞാൽ ഒരു തലപ്പൊക്കം പ്രതീക്ഷിക്കാം. അത് നോക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. ഇവിടെ തൃക്കടവൂര് ആന ഇപ്പോഴും അമ്പലത്തേക്ക് കയറിയിട്ടില്ല കേട്ടോ. അമ്പലത്തേക്ക് കയറിയിട്ട് അമ്പലം ചുറ്റിയിട്ട് വേണം ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. ആന ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ആനയ്ക്ക് സ്വതവേ നിൽക്കുമ്പോൾ തന്നെ ഒരു തലപ്പൊക്കം ഉണ്ട് കേട്ടോ. വെറുതെ തല പിടിപ്പിക്കുന്നു വേണ്ട. മച്ചാട് ശ്രീ അയ്യപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള ആനയാണ് വരുന്നത്. നല്ല രീതിയിൽ നിലവ് നിൽക്കുന്ന ആനയാണ് കേട്ടോ. കണ്ടോ, നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് ആന. വലിയ കുഴപ്പമൊന്നുമില്ല, കാണാനും നല്ല ഭംഗിയുണ്ട്. പുതുപ്പള്ളി ആന അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഫുള്ള് തലപ്പൊക്കി പിടുത്താൻ തന്നെയാണ്. നേരെ അവിടുന്ന് കൂട്ടെഴുന്നള്ളിപ്പിന് എത്തുന്നത് വരെ. അത് കൂട്ടെഴുന്നള്ളിപ്പിൽ നിൽക്കുമ്പോഴും നല്ല തലപ്പൊക്കിയിട്ട് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ തൃക്കടവൂർ ശിവരാജാന അമ്പലം ചുറ്റിട്ട് വന്നു. ഇനി നേരെ പാടത്തേക്കാണ് കൂട്ടിയെഴുന്നള്ളിപ്പിന് എല്ലാ ആനകളുടെ ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കാഴ്ച കാണും. തൃക്കടവൂർ ശിവരാജാനെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ആന വെറുതെ നിന്നാലും ഭംഗി തന്നെയാണ്. അപ്പോൾ നമുക്ക് എത്ര പൈസ കൊടുത്താലും മതിയാവില്ല. ആനനെ എങ്ങനെയെങ്കിലും നമ്മുടെ പൂരത്തിനൊന്ന് എഴുന്നള്ളിക്കണം എന്നൊരാഗ്രഹം ഏതൊരു പൂരാഘോഷ കമ്മിറ്റിക്കും ഉണ്ടാവും കേട്ടോ. ഇവിടെ എല്ലാ ആനകളുടെയും നടുക്കിലേക്ക് പുതുപ്പള്ളി സാധുവാന കയറി വരികയാണ്. ഇനി നല്ലൊരു തലപ്പൊക്കം നമുക്ക് പ്രതീക്ഷിക്കാം. തൊട്ട് പിന്നിലായിട്ടാണ് തൃക്കടവൂർ ശിവരാജാനയും കൂടി വരുന്നുണ്ടെന്ന് തോന്നുന്നു. അന്നംകുളങ്ങര പൂരത്തിന് വളരെ വിശാലമായ പാടത്താണ് കേട്ടോ ആനകളെയൊക്കെ എഴുന്നള്ളിച്ച് നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സുരക്ഷിതമായിട്ട് അവിടെ നിൽക്കാൻ ചെയ്യാം. അതേപോലെ തന്നെ അത്യാവശ്യം സൗകര്യമുണ്ട് ആനയ്ക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ തിക്കി തിരക്കി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ 3 മീറ്റർ ആനയുടെ പള്ളഭാഗങ്ങൾ തമ്മിൽ ഗ്യാപ്പ് വരുത്തിയിട്ടുണ്ടെങ്കിലും ആ ഒരു പാടം നിറച്ച് ആനയായിട്ട് അങ്ങനെ നിൽക്കാൻ പറ്റും. അത്രയും വലിയൊരു പാടാണ് അവിടെ ഉള്ളത്. നമുക്കിനി ഇവിടെ വന്നിട്ടുള്ള എല്ലാ ആനകളുടെയും പേര് വിവരങ്ങൾ ഒന്ന് നോക്കിയാലോ. ഈ നിൽക്കുന്നത് കൊളക്കാടൻ ശിവപ്രസാദ് എന്ന് പറഞ്ഞിട്ടുള്ള ആനയാണ്. ഇത് വടക്കുറുമ്പക്കാവ് ദുർഗദാസൻ അങ്ങനെയുള്ള ഒരു ആനയാണ്. ദുർഗദാസൻ എന്ന് മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ. വടക്കുറുമ്പക്കാവ് ഞാൻ കയ്യിൽ നിന്നിട്ടാണ്. ഇത് മരുതൂർകുളങ്ങര മഹാദേവൻ ആനയാണെന്ന് തോന്നുന്നു. അതെ, ആ ആന തന്നെയാണ്. തൊട്ടപ്പുറത്ത് നിൽക്കുന്നതാണ് അരുണിമ പാർത്ഥസാരഥി എന്ന് പറഞ്ഞിട്ടുള്ള ആന. അതിൻ്റെ ആ ലോക്കറ്റിൻ്റെ മീതെ എഴുത്തൊന്നും അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് കുറച്ച് ദൂരത്തു നിന്ന് വായിക്കാനൊന്നും പറ്റുന്നില്ല. ഈ ലോക്കറ്റൊക്കെ നല്ല രീതിയിൽ എത്ര ദൂരത്തു നിന്നാണെങ്കിലും വായിക്കാൻ പറ്റുന്ന രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. ഈ ആനേനെ നിങ്ങൾക്ക് മനസ്സിലായ? എനിക്ക് മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആന മച്ചാട് ശ്രീ അയ്യപ്പനാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു ആന നിൽക്കുന്നുണ്ടല്ലോ, 2 കൊമ്പ് അങ്ങനെ നല്ല വീതിക്ക് നമ്മുടെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ബലറാമാനയാണ് ആ നിൽക്കുന്നത് കേട്ടോ. നെറ്റിപ്പട്ട കൂരി കഴിഞ്ഞാലാണ് ശരിക്കും ഈ ബലറാമാനയുടെ ഒരു ഭംഗി നമുക്ക് കാണാൻ സാധിക്കുക. നെറ്റിപ്പട്ടം ഇല്ലാതെ ഉണ്ടായിട്ട് കാണുമ്പോൾ വലിയ രസമില്ല. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന പാറന്നൂർ നന്ദൻ എന്ന് പറഞ്ഞിട്ടുള്ള ആനയാണ് കേട്ടോ. കുറച്ച് അത്യാവശ്യം ഉയരുള്ള ആനയാണ്. അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഊട്ടോളി അനന്തൻ. അപ്പം നമ്മൾ നേരത്തെ കണ്ട ആന ഊട്ടോളി അനന്തനല്ല, അത് വേറെ ആനയാണ്. ഇവിടെ നമുക്ക് കുറച്ച് നേരം നിന്നിട്ട് ബലറാമനയുടെ ആ ഒരു സൗന്ദര്യം നമുക്ക് കുറച്ചൊന്ന് ആസ്വദിക്കാം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഗുരുവായൂർ നന്ദൻ്റെ ഒരു ഭംഗി കാണാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട്. ഏഷ്യയിലെ തന്നെ ഏറ്റവും ഭാരം കൂടിയിട്ടുള്ള ആനയാണ് ഗുരുവായൂർ നന്ദനാന. നമ്മുടെ ഗുരുവായൂരപ്പനെ ഒരുപാട് തവണ ശിരസിൽ കൊണ്ട് നടന്നിട്ടുള്ള ഒരു ആനയാണ് ഗുരുവായൂർ നന്ദൻ എന്ന് പറഞ്ഞിട്ടുള്ള ആന. സ്വർണ്ണക്കോലൊക്കെ അതേപോലെ തന്നെ അവിടെ ശീവേലിക്കും ആന എഴുന്നള്ളിച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആനയാണ് തൃക്കടവൂർ ശിവരാജു. കടവൂരൻ എന്ന് പറഞ്ഞിട്ട് കോലത്തിൻ്റെ മീതെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അമൃതം കമ്മിറ്റിയുടെ ആനയായിട്ടാണ് കടവൂരൻ വന്നിട്ടുള്ളത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആനയാണ് ദേവസ്വം ആന കരുവന്തല ഗണപതി. ആ ചെവിയുടെ മീതെ ഓട്ടയിട്ടുള്ളത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ശ്രീഭദ്ര കമ്മിറ്റിയുടെ ആന നിൽക്കുന്നുണ്ട്. തിരുവമ്പാടി ചന്ദ്രശേഖരനല്ല, കുട്ടംകുളങ്ങര അർജുനൻ എന്ന് പറഞ്ഞിട്ടുള്ള ആനയാണത്.
സ്വർണ്ണമുഖ സൂര്യൻ എന്ന് പറഞ്ഞത് ഈ ആനയാണോ? കുട്ടംകുളങ്ങര അർജുനൻ. ദ്വാരക അതാണ് കമ്മിറ്റിയുടെ പേരെന്ന് തോന്നുന്നു. ചന്ദ്രശോഭ എന്ന് പറഞ്ഞിട്ട് കാണുന്നതാണ് തിരുവമ്പാടി ചന്ദ്രശേഖരൻ ആന. നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നും ആനയുടെ കാഴ്ച കാണാം. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പുറത്തെ ഭാഗത്തു നിന്നും പോയിട്ട് ആനയുടെ ഒരു ഭംഗി ഞാൻ പകർത്തുന്നുണ്ട്. കാരണം ഇതിൻ്റെ തൊട്ട് മുന്നിലായിട്ടാണ് നമ്മുടെ പഞ്ചാരിമേളത്തിൻ്റെ ആൾക്കാർ നിൽക്കുന്നത്. അപ്പോൾ കറങ്ങി തിരിഞ്ഞ് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇത് തൃക്കടവൂരിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ വീണ്ടും എടുത്താണ് കേട്ടോ. ഇനി ഞാൻ ഇവിടെ നിന്ന് മുറിച്ച് കിടന്ന് അപ്പുറത്തേക്ക് പോവാണ്. അങ്ങനെ ഞാൻ പഞ്ചാരിമേളക്കാരെ വളഞ്ഞു വെച്ച് ഇങ്ങോട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് വീണ്ടും തിരുവമ്പാടി ചന്ദ്രശേഖരൻ്റെ കാഴ്ചകൾ തൊട്ട് തുടങ്ങാം. അതിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആനയാണ് നമ്മുടെ പുതുപ്പള്ളി സാധു ആന. സാധുവിൻ്റെ ലോക്കറ്റ് കണ്ടോ, നല്ല രസമുണ്ടല്ലോ. കുറച്ച് ദൂരത്തു നിന്നാണെങ്കിൽ ആ ലോക്കറ്റ് വായിക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്താണ് ആമ്പാടി ബാലൻ. നവമി കമ്മിറ്റിയുടെ ആനയായിട്ടാണ് ആമ്പാടി ബാലൻ വന്നിരിക്കുന്നത്. ആമ്പാടി ബാലനെ നമുക്ക് എവിടെ വെച്ചാലും നമുക്ക് കാണാൻ പെട്ടെന്ന് തിരിച്ചറിയാം. രണ്ട് കൊമ്പ് രണ്ട് പോലെയാണ് ഇരിക്കുന്നത്. ഒരു പ്രത്യേക ഷേപ്പൊക്കെ തന്നെയാണ്. ബാലൻ ആന നിൽക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നിൽക്കുന്ന ആനനെ എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആന നമ്മുടെ ശങ്കരനാരായണൻ ആനയാണ്. അതായത് നാണ് എഴുത്തച്ഛ ശങ്കരനാരായണൻ. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ തിടമ്പെടുക്കുന്ന ആനയാണ്. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ ആന ഈ നാട്ടുകാരനാണ്, അതുകൊണ്ടാണ്. അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ആനയാണെന്ന് തോന്നുന്നു തിരുവമ്പാടി അർജുനൻ. ഹരിശ്രീ കമ്മിറ്റി ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് പിന്നെ രണ്ട് പറ്റാനകളാണ്. അവർക്ക് കോലൊന്നുമില്ല, കുടകൾ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഒരു നെറ്റിപ്പട്ടം കോലം വെച്ചിട്ട് വേറൊരു ആന നിൽക്കുന്നുണ്ട്. ഇത് കേശു, മീനാട് കേശു എന്ന് പറഞ്ഞിട്ടുള്ള ആനയാണ്. കുറച്ച് ദൂരത്ത് നിന്നിട്ടാണെങ്കിൽ ആനയുടെ ലോക്കറ്റിൻ്റെ മീതുള്ള പേര് വായിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. മീനാട് വിനായകൻ്റെ ഒപ്പമുള്ള ആനയാണ് ആ വീട്ടിലെ. ഇത് മണികണ്ഠൻ എന്നു പേരുള്ള ഒരു ആനയാണ്. അങ്ങനെ രണ്ട് പറ്റാനങ്ങളുടെ അപ്പുറത്ത് നിൽക്കുന്ന ആന എന്ന് പറയുന്നത് പുതുശ്ശേരി വിജയൻ എന്ന് പറഞ്ഞിട്ടുള്ള ആനയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്ന കൊമ്പുണ്ടല്ലോ, അത് വെപ്പ് കൊമ്പാണ്. ആന മോഴാനയാണ്. പക്ഷേ വെപ്പ് കൊമ്പൊക്കെ വെച്ച് വരുമ്പോൾ നല്ല രസം കിട്ടും ആനേനെ കാണാം. അത് കഴിഞ്ഞിട്ട് ഒരു ഗംഗാപ്രസാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആനേനെ കാണുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ആനയാണ്. അതേതാ കമ്മിറ്റി? അപ്പോൾ ഇത്രയും ആനകളാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇനി നിങ്ങൾ കാണുക, എങ്ങനെയുണ്ടെന്ന അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ എനിക്ക് എല്ലാ ആനകളെയും കുറിച്ചിട്ട് വലിയ ധാരണ ഒന്നുമില്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, നമ്മുടെ ഇവിടെ നാട്ടിൽ സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് ആനകളുണ്ട്. ആനകളെ മാത്രമേ അറിയുള്ളൂ. അതിപ്പോൾ ആന എങ്ങനെ നെറ്റിപ്പട്ടം കെട്ടിയാലും ആന കുളിക്കാണ്ട് നനയ്ക്കാണ്ട് നിൽക്കുകയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. മറ്റേ പറ്റാനകളായിട്ട് വന്നിട്ടുള്ള കുറേ ആനകളുണ്ട്. അവരിപ്പോൾ തിടമ്പൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കോലൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. അവരുടെ ശരിക്കും അങ്ങനെ അവരുടെ പേരുകളൊന്നും എനിക്കങ്ങനെ അറിയില്ല. എന്നാലും അറിയുന്ന ആനകളിലൊക്കെ ഞാൻ പേരുകളൊക്കെ നോക്കിയിട്ട് വെച്ചിട്ട് പറഞ്ഞു തന്നുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ നിങ്ങളിതിൻ്റെ പൂരം മുഴുവൻ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ.
ഭക്തന്മാർക്ക്